അസ്സലാമലൈക്കും. ഇതല്ലല്ലേ ഇതല്ല പ്ലാന് ഇന്ന്. താങ്ക് യു. നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് അല്ല എന്താ പറയാ, നല്ല വീഡിയോസ് ആണെങ്കിൽ ജസ്റ്റ് പറയണേടാ. പറഞ്ഞിട്ടില്ല എന്താ പറയാ, ഒരു ഇതുണ്ടാവില്ല. നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ എടുക്കുന്നതിൽ എന്താ മാറ്റം വരുത്തണം. പറയാൻ മറക്കണ്ട. സെറ്റ്. ഈ വ്ളോഗ് എന്താ പറയാ, നമ്മൾ എഡിറ്റ് ചെയ്ത് ലേറ്റ് ആയി പോയിട്ട് എന്താ ലേറ്റ് ആയിട്ടായിരിക്കും ഇടുന്നത് ചിലപ്പോ. അതുകൊണ്ട് ക്ഷമിക്കാനടാ. പിന്നെ എന്തെല്ലാം ചോദിച്ചാ, ഇന്ന് രാവിലെ തന്നെ പുറത്തിറങ്ങിയപ്പോണ്ട് നല്ല മഴയല്ലേ. രാത്രിയെല്ലാം മഴ പെയ്തിട്ട് എന്താ പറയാ, ഉറക്കം തന്നെ വരത്തില്ല, തണുത്ത് വരച്ചിട്ട് ആയിട്ടാ മഴ തുടങ്ങിയേന്. പിന്നെ ഈ വ്ളോഗ് നിങ്ങൾ ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസമാണോ കാണുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എഡിറ്റ് ചെയ്ത് മനുഷ്യ ഷവായിന്. അപ്പോ ഇഷ്ടമുണ്ടോ പറയണേ. ഇതാണ് നമ്മൾ ഈദിന്റെ ഡ്രസ്സ്. അപ്പൊ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ആ സംഭവം നമ്മളിങ്ങനെ ഇസ്തിരി ഇടാൻ തുടങ്ങിയേനെ രാവിലെ. കാരണം രാത്രി ഇസ്തിരി ഇട്ട് വെക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അന്നേരത്തെ കൂടപ്പിറപ്പ് അദ്ദേഹം ഉണ്ട് എന്തെല്ലോ ഐസ്ക്രീം എന്തെല്ലോ എടുത്ത് തിന്നു രാവിലെ തന്നെ. ഇനി നോമ്പൊന്നുമില്ലല്ലോ. പിന്നെ ഞാന് നേരെ പുറത്തിറങ്ങി. നമ്മള് ഈദ്ഗാഹിലേക്കാണല്ലോ ഡ്രസ്സെല്ലാം മാറ്റി ഫുള്ള് ചമഞ്ഞൊരുങ്ങി നേരെ ഈദ്ഗാഹിലേക്ക് പോകണ്ടേ. രാവിലെ തന്നെ ഏകദേശം 7:15 ഇവിടുത്തെ പള്ളിയില് നിസ്കാരം. അപ്പൊ നമ്മൾ ഏകദേശം 7 മണിക്ക് ഇറങ്ങിയത്. ഭയങ്കര നേരത്തുള്ള ആൾക്കാരായതുകൊണ്ട് പിന്നെ 7 മണിക്ക് ഇറങ്ങാൻ പറ്റിയത്. പക്ഷെ 7:15 നമ്മള് എത്തേണ്ട സ്ഥലത്ത് എത്തീന്. അവിടെ ഭാഗ്യം. ആദ്യം നമ്മള് കുറച്ച് ദൂരമുള്ളൊരു സ്ഥലത്ത് പോയി. അവിടെ അപ്പൊ അധികം ആൾക്കാരില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പള്ളി ചേഞ്ച് ചെയ്ത്. ഇതെല്ലാം ഇതിൻ്റെ ഇടയിൽ ഈ ടൈമില്ലാത്ത ടൈമിൽ നമ്മള് പള്ളിയിൽ എത്തീന് എന്തായാലും അൽഹംദുലില്ലാ. എന്നിട്ടോ ആദ്യം കുറേ ടെൻഷൻ അടിക്കലേനോ, പള്ളിയിൽ എത്തിയിട്ടില്ല എന്ത് ചെയ്യും നമ്മള്. അല്ല ഇത് നഷ്ടപ്പെട്ടു പോവോ. ഫുള്ള് ഉമ്മാക്ക് ഫുള്ള് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വല്ലാത്ത ഇതേനു സംസാരേനു ഫുള്ള്. ഇത് നഷ്ടപ്പെടുമെന്നുള്ള ഭാഗ്യത്തിന് എന്താ പറയാ, നമ്മള് കറക്റ്റ് സമയത്ത് എത്തി അൽഹംദുലില്ലാ. പിന്നെ ഈദ്ഗാഹിലെത്തിയപ്പോ എന്ത് പറയാന്, ഫുൾ ആൾക്കാരെല്ലാം നല്ല ലുക്കില് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് നമ്മള് കൊറേ നേരം കുത്തുബെല്ലാം കേട്ട് പിന്നെ നേരെ അധികം സമയം ഇതാക്കാനില്ല. കുടുംബത്തിന്റെ വീട്ടിലേക്കെല്ലാം ഒന്ന് പോയി ഫുള്ള് എല്ലാവരെയും കാണണം. കുറെ ദൂരെ അമ്മാന്റെ എല്ലാം വീട്. അപ്പോൾ ട്രെയിനെല്ലാം കയറി. അപ്പോൾ ട്രെയിനിന്റെ സമയം മിസ്സാന്ന് വിചാരിച്ച് നമ്മൾ നിസ്കരിച്ചതിന് ശേഷം നേരെ ഇതും വരക്കെല്ലാം എല്ലാവരും പറഞ്ഞ് നേരെ വേഗം പുറത്തേക്ക് ഇറങ്ങി. അധികം അവിടെ നിന്നിട്ടില്ല. ബ്ലൂ അല്ലേ ഡ്രസ് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം. ബ്ലൂ കളർ അല്ലേ നിങ്ങളുടെ ഫേവറേറ്റ് കളർ അല്ലേ ബ്ലൂ? നിങ്ങക്ക് ഉപ്പാക്ക് ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ് അപ്പൊ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ പറഞ്ഞ അങ്ങനാ നല്ല കളറ്. ഒരു മാറ്റം പിടിച്ചത് നന്നായി. പച്ച ഇത്ര കാലായി. എനിക്ക് നമ്മളെ അമിൽക്കാക്ക് എന്റെ ചെരുപ്പ് ഭയങ്കര ഇഷ്ടാ. നമ്മളീ വീഡിയോ ഇല്ലേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയണേടാ. ബിക്കോസ് നമുക്ക് എന്താ പറയാ ഐഡിയാസ് കിട്ടിയാൽ എന്തെല്ലാം മാറ്റങ്ങളെല്ലാം വരുത്തണ്ടേ. നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങളെല്ലാം വരുത്താം ഇൻഷാ അല്ലാ. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കില്ല എങ്കിലും ഞാൻ ഏറ്റവും നല്ല രീതിയിൽ വ്ളോഗിങ് എല്ലാം കുറെ ആൾക്കാരെ കണ്ടിട്ട് പഠിച്ചിന് കുറെ കാര്യങ്ങൾ. ആദ്യത്തിൽ നിന്ന് നല്ല മാറ്റം ഉണ്ടാവും. വ്ളോഗ് നല്ല മാറിയിട്ടായിരിക്കും എടുക്കുന്നത്. നല്ല ആംഗിളെല്ലാം നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ടാവും. എന്തേ മാറ്റം വരുത്തണേ പറ, നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ ദൂരെ ഒരു
നല്ല അടിപൊളിയായിട്ടുള്ള ബിൽഡിംഗ് പോലത്തെ സംഭവം കാണുന്നില്ലേ? ഇത് നമ്മളെ മാഹിപ്പള്ളി പെരുന്നാൾ നടക്കുന്ന, എന്താ പറയുക, ചെറുപ്പത്തിലേ ഞാൻ എല്ലാ കൊല്ലവും പോകുന്ന ഒരു പെരുന്നാളാണ് മാഹിപ്പള്ളി പെരുന്നാൾ. എൻ്റെ വീട്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള അടിപൊളി സ്ഥലം മാഹിപ്പള്ളി പെരുന്നാൾ നടക്കുന്ന ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ എപ്പോഴും എല്ലാ കൊല്ലവും പോകുന്നൊരു സ്ഥലമാണ് മാഹിപ്പള്ളി പെരുന്നാൾ. ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയിൽ. അത് വരട്ടെ. ഈ കൊല്ലം ഏകദേശം നമ്മൾ ലേറ്റ് ആവും, ഡിസംബർ ആ ഒരു ടൈമിലാണ് മാഹിപ്പള്ളി പെരുന്നാൾ. ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ ഇടുന്നുണ്ട്. നമ്മളിപ്പോഴും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ചെറിയ മോളാ. അതുപോലെ ആയിരിക്കാം. എന്താ പറയുക, എപ്പോഴും ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ പോകുമ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലാണ് മനുഷ്യനെ. എന്ത് ചെയ്യാൻ. പക്ഷേ അൽഹംദുലില്ലാ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മളുടെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വോ, ഇതെല്ലാം കഴിഞ്ഞ് പള്ളിയിലെല്ലാം പോയി ആ സൂര്യപ്രകാശം മുഖത്തടിക്കുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തി. അടേ നമ്മളെ എന്താ പറയാ, ഇവിടുത്തെ പ്രകൃതി എങ്ങനെയുണ്ട്? അങ്ങനത്തെ ഞാന് എന്താ പറയാ, വീട്ടിലെത്തിയപാട് നല്ല ക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി പെരുന്നാളായോണ്ട് വീട്ടിലെ പരിപാടിയേനും പണിയേനും കുറെ. പിന്നെന്ത് പ്ലാൻ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് ചുറ്റണം. ഇൻഷാ അല്ലാഹ് ഫുള്ള് ദിവസം നല്ല അടിച്ചു പൊളിയാവട്ടെ. അനക്കെന്താ പറയാ, ഭയങ്കരമായിട്ട് വ്ളോഗിങ് ഒന്നും അറിയില്ല. നമുക്ക് ചിലപ്പോ കുറെ എന്താ പറയാ മാറ്റങ്ങളെല്ലാം വരുത്തേണ്ടി വരും നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിട്ട്, ഒരു അടിപൊളി വ്ളോഗ് ആക്കാൻ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിലൊന്ന് പറഞ്ഞോടാ. എനിക്ക് ഞാൻ കുറേ വ്ളോഗ് കാണും. ഇപ്പൊ നമ്മളെ ഹനാൻഷയുടെ വ്ളോഗില്ലേ, അല്ല ഞാൻ കുറെ കാണും. അതുപോലെ കുറെ ആൾക്കാരില്ല വ്ളോഗേഴ്സ് എല്ലാം കാണലുണ്ട്. പക്ഷെ എന്താ പറയാ, എനിക്ക് ഭയങ്കരമായിട്ട് വ്ളോഗിങ് ഒന്നും അറിയില്ല. ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. അവിടെ നിങ്ങൾക്ക് അറിയുന്ന പുതിയ പുതിയ വലിയ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവില്ല. മിനിറ്റ് പോലും കിടക്കില്ല, സെറ്റ് ആക്കണം. നല്ല പണിയായിരിക്കും. ഇവിടെ കുഴപ്പമില്ല. വീട്ടിലെൻ്റെ ഉമ്മയും ഞാനും പണിയെടുത്തതാ. എന്താ പറയാ, പിറ്റേന്നത്തേക്കുള്ള ഭക്ഷണമെല്ലാം നല്ല അടിപൊളി ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഇതിന്. നമുക്ക് ചെറിയ കുറച്ച് പ്ലാൻസ് ഉണ്ട്. അവളെ എന്താ പറയാ, ആദ്യം പള്ളിയിൽ പോയി വന്ന് ഇനി ജസ്റ്റ് കുടുംബത്തിന്റെ വീട്ടിലെല്ലാം ഒന്ന് പോയി കറങ്ങണം. അതിനുശേഷം എന്താ പറയാ, അവരെന്തോരും കുറെ പേരുടെ വീട്ടിലെല്ലാം പോണം. അതാ അടുത്ത പ്ലാൻ. ഇൻഷാ അല്ലാഹ്. ഈദ് മുബാറക്. എന്തെല്ലാം പരിപാടികള് ഈദല്ലായിട്ട്. അസ്സലാമു അലൈക്കും. ഈദല്ലായിട്ട് എന്തെല്ലാം പരിപാടികള്. ഓ ബൈഡാ. ഈദല്ലായിട്ട് എന്തെല്ലാം പരിപാടി. നിങ്ങൾക്ക് നമ്മളെ എന്താ പറയാ, എൻ്റെ വീഡിയോസ് എല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കില്ല, എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേടാ, നിങ്ങൾ ജസ്റ്റ് പറയാൻ മറക്കരുതേ. ഞാൻ എന്തെല്ലാം എന്താ പറയുക മാറ്റം എന്തെല്ലാം വരുത്തണ്ടെന്ന് പറയാൻ മറക്കണ്ട. സെറ്റ്. എക്സാമെല്ലാം നല്ല അടിച്ചു പൊളിച്ച് പോകുന്നുണ്ട്. ഒന്നും പറയാനില്ല. ഇനി ബയോളജി എക്സാം അല്ല, എങ്കില് പേടിച്ചടേ എൻ്റെ അമ്മ. +2 മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഇവിടുന്നാണ് നമ്മളെ സർപ്രൈസ് വരാൻ വന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഒരു സർപ്രൈസ് ഉണ്ട്. ഒരു അതിഥി വന്നിന് ഇതിന് വീട്ടില്. നമ്മളെ പ്രകൃതി ഭംഗിയുള്ള വീടായോണ്ട് പിന്നെ കൊറേ അതിഥികളെല്ലാം വരും. അതാണ് അടിപൊളിയല്ലേ.
നിങ്ങൾ എന്തെല്ലാം പ്ലാൻ നമ്മളെ ഇതായിട്ട് പറയാൻ മറക്കരുതേടാ. ശരി.